കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലത്തെ പല്ലി, പാറ്റ, ഈച്ച അങ്ങനത്തെ സാധനങ്ങളെയൊക്കെ നമുക്ക് തുരത്താനുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ടിപ്പ് ചെയ്തിരിക്കുന്നത്. ടിപ്പ് എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ വേണ്ടത് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഇലയാണ് കേട്ടോ. ആ ഇല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുരുമുളകിൻ്റെ ഇലയാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ ഞാനിപ്പോൾ ഈ ടിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് 2 തരത്തിലുള്ള ടിപ്പ് ഞാൻ ഇതിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 5 ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ എത്ര ലിക്വിഡായിട്ടാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നതും അപ്പോൾ അത് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഇല എടുക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് 5 എണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് ഈ ഇല മൊത്തമായിട്ടൊന്ന് ചതച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കീറിയിട്ട് ഇടികല്ലിൽ ഇട്ടിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. നിങ്ങൾക്ക് തോന ഇല ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു 5 ഇലയുള്ള കാരണം ഞാൻ നന്നായിട്ട് ഇതിൽ പൊടിച്ചെടുക്കണം. നന്നായി തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതേ നമുക്കതൊന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ അതാ ചതച്ച് വെച്ചിട്ടുള്ളത് നമ്മുടെ ഇലയൊക്കെ അതേ നന്നായി പൊടിയായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് അധികം ഉപയോഗമില്ലാത്ത പാത്രങ്ങൾ ഇതിനെടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ കുരുമുളക് ചതയ്ക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു മണമാണല്ലോ കുരുമുളക് ഇലയ്ക്ക്. കുരുമുളകിൻ്റെ ഇല നമുക്ക് പല്ലിക്കും പാറ്റയ്ക്കും ഒന്നും പറ്റില്ല കേട്ടോ. നമുക്കിത് നല്ല സ്മെല്ലായിട്ട് തോന്നും, അവറ്റയ്ക്ക് ഇത് പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി ഒരു ഗ്ലാസ് വെള്ളം നന്നായി വെട്ടി തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നന്നായി തിളച്ച വെള്ളത്തിലേക്ക് നമുക്കിതിൻ്റെ പകുതി പോർഷൻ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പകുതിയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 തരത്തിലുള്ള സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യണത്. അപ്പോൾ 2 തരത്തിൽ ഇത് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കേട്ടോ. നമ്മൾ ഒരു 1/2 ഗ്ലാസോളം തിളച്ച വെള്ളം വേണം ഒഴിക്കുക കേട്ടോ. തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായി തന്നെ നമ്മുടെ ഇത് ഇളക്കിയിട്ട് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ടുള്ള പണികളാണല്ലോ കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് കുരുമുളകിൻ്റെ ഇലയും കൂടി ഇല്ലേ, അതിലേക്ക് നമുക്ക് കുറച്ച് കർപ്പൂരല്ലേ, പച്ചക്കർപ്പൂരം, അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം മുറിച്ചിട്ടിരിക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇടികളിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ചില കഷ്ണങ്ങൾ ഇങ്ങനെ ഉറച്ച് കിടക്കുന്നുണ്ട്, അതാണ് ഞാൻ സ്പൂൺ കൊണ്ടൊന്ന് തട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് എന്തെങ്കിലും ഒരു മെഡിസിൻ കേട്ടോ. ഞാനിവിടെ പനിയുടെ മരുന്ന്, അത് എക്സ്പയറി കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് അതും കൂടി ഒന്ന് ജസ്റ്റ് പൊടിയായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് മരുന്നായാലും കുഴപ്പമില്ല. ഞാൻ പനിയുടെ ഒരു ഡോളോ ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ മെഡിസിൻ എടുത്തിട്ട് ജസ്റ്റ് അതും കൂടി ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ മിക്സിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. കാരണം മരുന്നിൻ്റെയും ഈ കുരുമുളകിൻ്റെയും പിന്നെ ഈ കർപ്പൂരത്തിൻ്റെയും കൂടിയിട്ട് ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ് കേട്ടോ ഉള്ളത്. കുരുമുളക് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ചതച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, നല്ല സ്മെല്ലാണ് കുരുമുളകിൻ്റെ ഇലയ്ക്ക് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായി തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെറിയ ഇതുപോലത്തെ തുണി കഷ്ണങ്ങൾ എടുത്തു കേട്ടോ. വെള്ള തുണിയുടെ കഷ്ണങ്ങൾ എടുത്തു കേട്ടോ. ഇനി കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഈ തുണിയിൽ ഒന്ന് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ തുണി എടുത്തിട്ട് ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇതാക്കിയിട്ട് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു 3 കിഴി കെട്ടാനുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ 2-3 എണ്ണം കൂടി ഒന്ന് ജസ്റ്റ് കെട്ടിയിട്ട് വരട്ടെ കേട്ടോ. നിങ്ങൾക്ക് കുറേ അധികം വേണമെന്ന് വെച്ചാലാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കുറച്ച് കുരുമുളക് ഇല കൂടുതൽ എടുത്താലാണ് നമുക്ക് ഇതുപോലെ കുറച്ചധികം ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാനിതുപോലെ എനിക്ക് കുറച്ചെടുത്ത കാരണം ഒരു 3 കിഴിയായിട്ടൊക്കെ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പല സ്ഥലങ്ങളിലും ഈ പല്ലി പാറ്റയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചധികം എടുത്തിട്ട് ഇതുപോലെ ചെയ്യാതിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു 3 എണ്ണം എനിക്ക് ഇതുപോലെ കിട്ടിയിട്ടോ. ഞാൻ ഇപ്പോൾ 5 ഇലയാണല്ലോ എടുത്തിട്ടുള്ളത്. അതിൽ പകുതി ഞാൻ അങ്ങനെ ചെയ്യാൻ കൊടുത്തു, ഇത് പകുതി ഇങ്ങനെയും ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് തന്നെ കെട്ടി കൊടുക്കാം കേട്ടോ. ഈ കെട്ടഴിയാൻ അഴിയാത്ത വിധത്തിൽ കെട്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ തുണിയുടെ ഒരു കഷ്ണം കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ഉറപ്പിൽ അങ്ങനെ നിന്നോളും. അങ്ങനെ തന്നെ ഞാൻ ഈ കെട്ടി കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം എടുത്തിട്ട് ലാസ്റ്റ് ഒരെണ്ണം കൂടി ഞാൻ കെട്ടൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് 3 കിഴിക്കെട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കുരുമുളക് ഇട്ട് തിളപ്പിച്ചിട്ടുള്ള തിളച്ച വെള്ളം ഒഴിക്കുക ചെയ്തത്. ആ ഒരു ലിക്വിഡ് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം നമ്മുടെ മിക്സ് അവിടെ ഇരിക്കട്ടെ കേട്ടോ. പിന്നെ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന്
ഒരു 2 കർപ്പൂരം ജസ്റ്റ് ഒന്ന് പൊടിയായിട്ട് ഞാൻ അതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു ലിക്വിഡ് രൂപത്തിലുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ 2 തരത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇതിൽ നമ്മളിതേ കർപ്പൂരം ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ. ഞാനത് സിന്തറ്റിക് വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഞാനൊരു 1/4 കപ്പ് നമ്മുടെ ഈ ലിക്വിഡിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായി തന്നെ മിക്സ് ചെയ്യണം. നമ്മുടെ കർപ്പൂരത്തിൻ്റെയും അതൊക്കെ ഒന്ന് ജസ്റ്റ് മിക്സായി വരണമെങ്കിൽ നന്നായി സ്പൂൺ കൊണ്ടൊന്ന് മിക്സാക്കി എടുക്കുക തന്നെ വേണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കിത് ഈ ലിക്വിഡ് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുരുമുളകിൻ്റെ ചതച്ചതും എല്ലാം ഉണ്ടാവുമല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ ഇലയുടെയും അതിൻ്റെ ഒരു നിറം മാറിയത് കണ്ട ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ റെഡ് നിറമായി കേട്ടോ. അപ്പോൾ അരിച്ചതിന് ശേഷം ഞാൻ ആദ്യം എടുത്ത പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ ലിക്വിഡ് ചൂടാറിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതേപോലത്തെ സ്പ്രേ ബോട്ടിലേക്ക് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിരുന്നു കേട്ടോ. ആ ബോട്ടിലേക്കുള്ള കറക്റ്റ് പാകത്തിനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനി ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജനലയുടെ അവിടെ, ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ജസ്റ്റ് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൊതുകും പിന്നെ പാറ്റിയും പല്ലിയും പരിസരത്ത് പോലും വരില്ല കേട്ടോ. ഈ കുരുമുളകിൻ്റെ മണം എന്ന് പറഞ്ഞൊരു പ്രത്യേക മണമാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഇതിൻ്റെ മണം കേട്ട് കഴിഞ്ഞാൽ ഈ പരിസരത്ത് പോലും വരില്ല. അപ്പോൾ ഞാൻ ജലനയുടെ അവിടെയും പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ഈ പാറ്റിയും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് തുണി വെച്ചിട്ട് ഒന്ന് തുടച്ച് കഴിട്ടോ. അപ്പോൾ അതിപ്പോൾ ഇടയ്ക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ സംഭവം വരികയില്ല കേട്ടോ. ഒറ്റ ട്രിപ്പിൽ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കണം. എന്നാലാണ് ഈ സാധനങ്ങൾ പരിസരത്ത് പോലും വരാണ്ടിരിക്കുക. ഒറ്റ ട്രിപ്പ് ചെയ്തിട്ട് വരില്ല എന്ന് ഞാൻ പറയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഈ കിഴി കെട്ടിയിട്ടുള്ള സാധനം നമ്മളിതേ ഈ ജനലയുടെ അടുത്തും ഗ്യാസിൻ്റെ അരുത്തും ഒക്കെ പിന്നെ നമ്മൾ ഈ വെളിച്ചെണ്ണയുടെ ഒക്കെ കുപ്പിയുടെ ഭാഗത്തൊക്കെ വരും, അവിടെയൊക്കെ വെച്ച് കൊടുക്കാം. എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.